ലൈവ് ന്യൂസ് പുതുക്കാട്. ഈ പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളായ വരന്തരപ്പള്ളി, അളഗപ്പനഗർ, മറ്റത്തൂർ, കൊടകര എന്നിവിടങ്ങളിലെയും പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയായ സംസ്ഥാന സർക്കാരും അതിൻ്റെ വിവിധ തട്ടുകളിലുള്ള വിവിധ വിഭാഗങ്ങളിലുള്ളവർ സംയോജിച്ച് പൊതുവിൽ കേരള സർക്കാരിൻ്റെ തന്നെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നടപ്പിലാക്കാൻ തീരുമാനിച്ച ജൽജീവൻ പദ്ധതി, ആ ജൽജീവൻ പദ്ധതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യത്യസ്ത പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള വളരെ ആലോചിച്ചെടുത്തിട്ടുള്ള സുപ്രധാനമായൊരു പദ്ധതിയാണ്. ഈ പദ്ധതിക്ക് വേണ്ടി 224.46 ലക്ഷം രൂപയുടെ കോടി രൂപയുടെ പദ്ധതിയാണ് ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. പദ്ധതിയുടെ മിക്കവാറും വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പൈപ്പിടൽ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ തന്നെ നടപ്പിലായി കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ വരന്തരപ്പള്ളി പഞ്ചായത്തിലുള്ള തോട്ടുമുഖത്ത് നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഈ പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഉയർന്ന സ്ഥലമായ വരന്തരപ്പള്ളി പഞ്ചായത്തിൻ്റെയും പുതുക്കാട് പഞ്ചായത്തിൻ്റെയും അതിർത്തിയിലുള്ള മാട്ടുമലയിൽ ഇതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും ജലസംഭരണിയും ടാങ്കും കൂടി നിർമ്മിക്കുന്നതിന് ഏകദേശം 1.5 ഏക്കറോളം ഭൂമി കണ്ടെത്തേണ്ട സ്ഥിതി വന്നപ്പോൾ അതിന് ഈ പറഞ്ഞ പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഫണ്ട് നീക്കിവെക്കുകയും ഇതിനാവശ്യമായ സൗകര്യം ഉപയോഗപ്രദമാക്കുന്നതിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി പുതുക്കാട് പഞ്ചായത്ത് ഒഴികെയുള്ള മറ്റെല്ലാ പഞ്ചായത്തുകളിലും ഫണ്ട് നീക്കി വയ്ക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഈ പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ള പുതുക്കാട് പഞ്ചായത്തിന്റെ കിഴക്കേ അതിർത്തിയിലുള്ള വരന്തരപ്പള്ളി പഞ്ചായത്തിലും വില്ലേജിലും ഉൾപ്പെടുന്ന പ്രദേശത്ത് ഉള്ള സ്ഥലമാണ്. ആ സ്ഥലം എടുക്കുന്നതിന് നിലവിൽ അതിന്റെ കൈവശം കൊണ്ടു നടക്കുന്ന ഉടമസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ശ്രീ KM ബാബുരാജ് ഈ കാര്യത്തിൽ എൻ്റെ സ്ഥലം സൗജന്യ നിരക്കിൽ നൽകാം എന്ന് പറഞ്ഞിട്ടുള്ളതുമാണ്. അങ്ങനെ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിവിധമായ പദ്ധതിയുടെ വിശദാംശങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി തൃശൂർ ജില്ലാ കളക്ടർ ചെയർമാനും പുതുക്കാട് നിയോജക മണ്ഡലം MLA കൂടിയായ സഖാവ് KK രാമചന്ദ്രൻ കൺവീനറുമായുള്ള ഒരു കമ്മിറ്റി ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഈ സ്ഥലം എവിടെയാണെന്നും ഏറ്റവും അനുയോജ്യമായ സ്ഥലത്തിൻ്റെ എല്ലാ ഭൂരേഖകളും ഉണ്ടാക്കുന്നതിന് വേണ്ടി സർവേ ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിച്ചു. സർവേ ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് അത് പരിശോധന നടത്തിയപ്പോഴാണ് 1.85 ഏക്കർ ഭൂമി നേരത്തെ പറഞ്ഞ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KM ബാബുരാജിന്റെ ഉടമസ്ഥതയിലിരിക്കുന്ന സ്ഥലത്തിൽ ചേർന്ന് കിടക്കുന്നതാണ് എന്ന് കണ്ടെത്തിയത്. വർഷങ്ങളായി ആ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലം റവന്യൂ പുറമ്പോക്ക് ഭൂമിയാണെന്ന് കണ്ടെത്തിയ ഉടൻ അതുമായി ബന്ധപ്പെട്ട എല്ലാ സർവേ നടപടികളും കളക്ടറെ ഏൽപ്പിക്കാനും കളക്ടർ അതുമായി ബന്ധപ്പെട്ട മേൽ നടപടികൾ എടുക്കുന്നതിനുമാണ് അന്ന് തീരുമാനമെടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ എടുക്കുകയും ആ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന വേളയിൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന വേളയിൽ ചാലക്കുടി തഹസിൽദാർ ഈ ഭൂമിയുടെ ഇപ്പോൾ കൈവശമിരിക്കുന്ന ഉടമസ്ഥാവകാശം തെളിയിക്കാൻ ബന്ധപ്പെട്ട ഈ ബാബുരാജിനോട് ഉടമസ്ഥാവകാശം രേഖാമൂലം ആവശ്യപ്പെടുകയും അത് നൽകണമെന്ന് പറയുകയും ചെയ്തപ്പോൾ യാതൊരു കാരണവശാലും മാസങ്ങളോളം അത് വച്ച് താമസിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇങ്ങനെ ഈ വെച്ച് താമസിപ്പിച്ച ഭൂമി കൈവശം റവന്യൂ പുറമ്പോക്ക് ഭൂമിയാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് കൈയൊഴിഞ്ഞ് അത് ഈ കളക്ടർ ചെയർമാനായ ഈ കമ്മിറ്റിയെ ഏൽപ്പിച്ചുകൊണ്ട്
ഇപ്പോഴത്തെ ജൽജീവൻ പദ്ധതി സുഗമമായി നടത്തുന്നതിനാവശ്യമായ സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചാലക്കുടി തഹസിൽദാരുടെ നോട്ടീസ് നൽകിയതുമാണ്. എന്താണ് ഒരു പഞ്ചായത്ത് മെമ്പറുടെ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ചുമതല എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും മുൻഗണനാ ക്രമത്തിൽ ആ പഞ്ചായത്തിന്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന്, അതുപോലെ വെള്ളവും വെളിച്ചവും, അതാണ് ഏറ്റവും മുൻഗണനാ ക്രമത്തിൽ ഒരു പഞ്ചായത്ത് നടപ്പിലാക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ നമുക്ക് രാഷ്ട്രീയമുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ പഞ്ചായത്തിന്റെ മുഴുവൻ ജനങ്ങളുടെയും ജീവിത പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും അത് പരിഹരിക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ ഈ പ്രത്യേക കാലാവസ്ഥ തന്നെ നമുക്കറിയാം. കാലാവസ്ഥ വ്യതിയാനവും ആഗോള താപനവും ഒക്കെ കൊണ്ട് ഇന്ന് നമ്മുടെ നദികളെല്ലാം തന്നെ വറ്റിക്കൊണ്ടിരിക്കുന്നു. കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി അടുത്ത കാലങ്ങളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് മുന്നറിയിപ്പ് കിട്ടുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് ഇത്രയും നല്ല ഒരു പദ്ധതി ഈ പുതുക്കാട് പഞ്ചായത്തും സമീപ പഞ്ചായത്തുകളിലെയും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് അനുവദിച്ചു കിട്ടിയിട്ട് ഈ ആവശ്യപ്പെട്ട സ്ഥലം, ട്രീറ്റ്മെന്റ് പ്ലാന്റ് അടക്കം നമുക്കറിയാം ഏറ്റവും ഉയർന്ന പ്രദേശത്താണ് വരേണ്ടത്. ആ സ്ഥലം കണ്ടെത്തിയത് റവന്യൂ വകുപ്പിന്റെ അന്വേഷണ പ്രകാരം അത് പുറമ്പോക്ക് ഭൂമിയാണ് എന്ന്. അത് 1.2 സെന്റ് സ്ഥലമല്ല പ്രിയമുള്ളവരെ. അധ്യക്ഷനും ആ കാര്യങ്ങളെ സംബന്ധിച്ച് സാമാന്യം വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് നമ്മുടെ സഹാക്കളും നേതാക്കന്മാർ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങളോട് സംസാരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യണം ഈ സന്ദർഭത്തിൽ എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളാണ്. അവരെല്ലാവരുടെയും ആ നിലയിൽ സുഹൃത്തുമാണ്, അല്ലേ കേസില്? പക്ഷെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു, ഈ പഞ്ചായത്തിൻ്റെ പ്രഥമ പൗരനാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായും അങ്ങനെയാണ്. പക്ഷേ ബാബുരാജ് ഇവിടെ ഈ കുടിവെള്ള പദ്ധതിയോട് എടുക്കുന്ന സമീപനം ഒരു നിലയിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമുക്കെന്ന് പറയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് മാത്രമല്ല, നാട്ടിലെ മനുഷ്യർക്ക്, ഈ പഞ്ചായത്തിലെ അല്ലെങ്കിൽ പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ മനുഷ്യർക്ക്, സാധാരണ മനുഷ്യർക്ക് അവർക്ക് ഒരു നിലയിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നിലപാടല്ല ബാബുരാജ് ഈ പദ്ധതിയോട് സ്വീകരിക്കുന്നത്. പദ്ധതി എന്ത് എന്നതിനെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിക്കേണ്ടത് സ്വാഗത പ്രസംഗത്തിൽ സംബന്ധമായിട്ടുള്ള വിശദീകരണം നടത്തി. ഈ കുടിവെള്ള പദ്ധതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് നാട്ടിലെ മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. ഞാൻ മനസ്സിലാക്കിയത് ഈ കുടിവെള്ള പദ്ധതിയുടെ നടത്തിപ്പ് അതിന് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം 45%. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.